നമസ്കാരം. കോട്ടയത്തെ പ്രമുഖ പ്രാദേശിക നേതാവായ ആന്റോ ആന്റണിക്ക് 2004 കോട്ടയം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടുന്നത് ഉമ്മൻചാണ്ടിയുടെയും മലയാള മനോരമയുടെയും കരുണാ കടാക്ഷം കൊണ്ടാണ്. പക്ഷെ അന്ന് വിജയം അക്കാലത്തെ CPM ഏറ്റവും തിളങ്ങുന്ന നേതാക്കളിൽ ഒരാളായ സുരേഷ് കുറുപ്പിനായിരുന്നു. സുരേഷ് കുറുപ്പിനോട് ഏറ്റുമുട്ടി വിജയിക്കില്ല എന്നുറപ്പായപ്പോഴാണ് 2009 പുതുതായി രൂപീകരിക്കപ്പെട്ട പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ആദ്യ UDF സ്ഥാനാർത്ഥിയായി നിയമിതനാവുന്നത്. അന്നു മുതൽ തുടർച്ചയായി 4 തവണയാണ് ആന്റോ ആന്റണി ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിന് മേലായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം 40,000-നും 60,000-നും ഇടയിലായി. 4 തവണ MP-യും 68 വയസ്സും ക്രൈസ്തവ സമുദായാംഗവും എന്ന നിലയിൽ ആന്റോ ആന്റണിയെയാണ് ഇക്കുറി KPCC പ്രസിഡന്റായി ഏറ്റവും അവസാനം വരെ പരിഗണിച്ചത്. എന്നാൽ പിന്നീട് പേരാവൂരിൻ്റെ സണ്ണി ജോസഫിനെ നറുക്കു വീഴുകയായിരുന്നു. സണ്ണി ജോസഫ് നിയമസഭയിൽ മത്സരിക്കുന്നത് കൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്നും ആന്റോ ആന്റണി KPCC പ്രസിഡന്റ് ആവുമെന്നുമൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നു. എന്തുകൊണ്ടാണ് MLAക്ക് KPCC പ്രസിഡന്റ് ആവാൻ കഴിയാത്തത്, MP-ക്ക് അങ്ങനെ ആവാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല. പൂഞ്ഞാറിൽ ജനിച്ച് കോട്ടയത്തെ നേതാവായി വളർന്ന് പത്തനംതിട്ടയുടെ MP-ആയി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ആന്റോ ആന്റണിയാണ് കഴിഞ്ഞ ദിവസം വൻ വിവാദത്തിലേക്ക് ചാടിയത്. ആദ്യം ആന്റോ വിവാദത്തിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രം പുറത്തു വന്നപ്പോഴാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിലെ MP എന്ന നിലയിൽ ശബരിമലയിലെ ഒരു ഭക്തൻ അല്ലെങ്കിൽ സ്പോൺസർക്കൊപ്പം ഒരു ചിത്രം ഒരു കുറ്റകൃത്യമേ അല്ല. മാത്രമല്ല, പത്തനംതിട്ടയിലെ ഏറ്റവും പ്രമുഖനായ CPM നേതാവ്, പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹവുമായുള്ള ചിത്രവും കടകംപള്ളി സുരേന്ദ്രനുമായ അനേകം വീഡിയോ ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒട്ടുമേ പ്രസക്തി അതിനില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ശബരിമല വിഷയം കോൺഗ്രസിന്റെ കൂടി തലയിൽ വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന CPIM ആന്റോ ആന്റണിയുടെയും അടൂർ പ്രകാശിൻ്റെയും എന്തിനേറെ സോണിയാഗാന്ധിയുടെയും വരെ തലയിലേക്ക് അത് കമിഴ്ത്തുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയെ ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള തീവ്ര ശ്രമത്തിലാണ് CPMകാർ. അതിൻ്റെ ഭാഗമായാണ് വാസ്തവത്തിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതും അടൂർ പ്രകാശ് നെഞ്ചു നിവർത്തി മുൻവാതിലിലൂടെ തന്നെ പുറത്തു വന്നതും. അങ്ങനെ കോൺഗ്രസ് പാർട്ടി തലയൂരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആന്റോ ആന്റണിക്കെതിരെ പുതിയ ആരോപണം ഉണ്ടായത്. ഈ ആരോപണമായിരിക്കും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഖം നഷ്ടപ്പെടുത്താൻ പോകുന്നത് എന്ന് തീർച്ച. ഇന്നലെ ഈ ആരോപണം പുറത്തു വന്നെങ്കിലും ഇന്ന് കാര്യമായി അത് ചർച്ചയായിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ CPIM കോൺഗ്രസിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാക്കി അതെടുക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ഏറ്റവും അധികം ദോഷമായി സ്വാധീനിക്കുന്നത് അതായിരിക്കുമെന്നും തീർച്ച. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ ട്രഷററും മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായിരുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. വാസ്തവത്തിൽ NM രാജുവിന്റെ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി രൂപ നിക്ഷേപിച്ചു എന്ന തരത്തിൽ നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലും വാർത്ത വരികയും ഈ സമയത്ത് നെടുമ്പറമ്പിൽ ED അന്വേഷണം നടക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് രാജു പത്രസമ്മേളനം നടത്തിയത്. വാസ്തവത്തിൽ നമ്മുടെ ചാനലുകളുടെ എടുത്തുചാട്ടത്തിന്റെ ഉദാഹരണമായി അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. തന്ത്രി 2.5 കോടി രൂപ നിക്ഷേപിച്ചെന്നും ആ നിക്ഷേപിച്ച സ്ഥാപനം പൂട്ടിപ്പോയിട്ടും തന്ത്രി പരാതിപ്പെട്ടില്ല എന്നുമുള്ള വാർത്ത സ്ഥിരീകരിച്ചതാണ്, നേരത്തെ വന്നതാണ്. അത് നെടുമ്പറമ്പിൽ ഫിനാൻസിലാണ് എന്ന് ചാനലുകൾ സൃഷ്ടിച്ചതും നെടുമ്പറമ്പിൽ റെയ്ഡ് നടന്നപ്പോൾ അതിനെ ബന്ധിപ്പിച്ച് അവർ ഊഹാപോഹം അടിച്ചതുമാണ്. ഈ കേസുണ്ടായ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടവരോട് ഞാൻ സംസാരിക്കുകയും നെടുമ്പറമ്പിൽ അല്ല എന്ന് അപ്പോൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കാൻ നിൽക്കാതെ ചാനലുകൾ തന്ത്രിയുടെ 2.5 കോടി നെടുമ്പറമ്പിലാണ് എന്ന് പറഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുകയായിരുന്നു. ഈ അവസരം മുതലെടുക്കാനാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമയായ NM രാജു പത്രസമ്മേളനം നടത്തിയത്. റിപ്പോർട്ടർ ചാനലൊക്കെ പറഞ്ഞിരുന്നത് ആന്റോ ആന്റണിയുടെ 2.5 കോടിയാണ് തന്ത്രി നിക്ഷേപിച്ചത് എന്നായിരുന്നു. അത് സ്ഥിരീകരിക്കാനുള്ള നീക്കത്തെ പൊളിക്കാൻ വേണ്ടി NM രാജു പറഞ്ഞു, 1 രൂപ പോലും ഇങ്ങോട്ട് ആന്റോ ആന്റണി ഇട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആന്റോ ആന്റണിക്ക് താൻ 2 കോടി രൂപ കൊടുത്തിട്ട് അങ്ങേരെ വെറും 20 ലക്ഷം രൂപ മാത്രം തിരിച്ചു തന്നു,
താൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്ന്. ആന്റോ ആന്റണി എൻ്റെ അടുത്തുനിന്ന് ലോൺ എടുത്തു. 2 മാസത്തിനകം ഈ കാശ് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ഈ 2 മാസവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 വർഷമായി. 1000 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കയ്യും കാലും പിടിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ എൻ്റെ മകളടക്കം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അങ്കിളെ എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10-10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. ബാക്കി ആന്റോ ഇന്ന് വരെ തിരികെ തന്നിട്ടില്ല. NM രാജുവിന്റെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന് പണിയായിരിക്കുന്നു. ഇതിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ ആന്റോ ആന്റണി നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ല എന്നതാണ് വാസ്തവം. ആന്റോ ആന്റണി പറയുന്നത് തനിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്, താൻ അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, അത് തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുമുണ്ടെന്ന്. എത്ര രൂപ സംഭാവന നൽകി എന്ന് ചോദിച്ചപ്പോൾ ഉത്തരമില്ല. കടം വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരമില്ല. എന്നാൽ NM രാജു പറയുന്നു 2 കോടി രൂപയും കടം കൊടുത്തതാണ്. കേവലം 20 ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചു തന്നത്. ബാക്കി 1,80 ലക്ഷം രൂപ എവിടെ? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിലില്ല. അപ്പോൾ അത് കള്ളപ്പണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാതാവുന്നു. ഇവിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രംഗപ്രവേശം. ശ്രദ്ധിക്കേണ്ട കാര്യം, ശബരിമല കേസുമായി ബന്ധപ്പെട്ടായിരുന്നില്ല നെടുമ്പറമ്പിൽ ഫിനാൻസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. അത് ചാനലുകൾ വ്യാജമായി ജനങ്ങളോട് പറഞ്ഞതാണ്. നെടുമ്പറമ്പിൽ ഫിനാൻസും NM രാജുവും കോടിക്കണക്കിന് രൂപ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നവരാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇവരുടെ പണം നഷ്ടപ്പെട്ട് വേദന അനുഭവിക്കുന്നു. ഇവരുടെ തട്ടിപ്പിന്റെ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് മറുനാടനായിരുന്നു. രാജു മാത്രമല്ല, രാജുവിന്റെ സഹോദരൻ നടത്തുന്ന സ്ഥാപനവും ഇത്തരത്തിൽ തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. രാജുവും രാജുവിന്റെ ഭാര്യയും 2 മക്കളും ഈ കേസിൽ ജയിലിലായി. ജയിലിൽ നിന്നും ജാമ്യമെടുത്ത് അവർ കടബാധ്യതകൾ തീർക്കാൻ ശ്രമിക്കുന്നെങ്കിലും നാട്ടുകാരുടെ പണം പിരിച്ച് ആഡംബര ജീവിതം നയിച്ചതുകൊണ്ടും രാഷ്ട്രീയക്കാർക്ക് വാരിക്കോരി കൊടുത്തതുകൊണ്ടും അവർക്കതിന് കഴിയുന്നില്ല. അങ്ങനെ അവർ കൊടുത്ത രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് ആന്റോ ആന്റണി എന്ന് വ്യക്തമായിരിക്കുന്നു. ആന്റോ ആന്റണിക്ക് കൊടുത്ത 2 കോടിയിൽ നിവൃത്തികെട്ട സാഹചര്യത്തിൽ 20 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തതിനെ കുറിച്ച് മാത്രമാണ് ആന്റോ പറയുന്നത്. ബാക്കി 1,80 ലക്ഷം രൂപ ആന്റോ ആന്റണി എങ്ങനെ ഉപയോഗിച്ചു എന്നതായിരിക്കും വരാൻ പോകുന്ന ഘട്ടത്തിലെ പ്രതിസന്ധി. അതറിയാവുന്നതുകൊണ്ടാണ് ആന്റോ ആന്റണി ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും ഉരുണ്ട് കളിക്കുന്നതും. ഈ 1,80 ലക്ഷം രൂപ കള്ളപ്പണമാണ് എന്ന നിഗമനത്തിലേക്ക് ED എത്തിച്ചേരുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത്. ഇത് കണക്കിൽപ്പെടുത്തിയിട്ടില്ല. ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പണം ആന്റോ ആന്റണി എങ്ങനെ ചെലവഴിച്ചു എന്നത് പ്രശ്നമായി മാറുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആന്റോ ആന്റണിയെ പ്രതി ചേർത്ത് കേസെടുക്കുകയും ചെയ്യും. ഇതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിവാദം. ഒന്നിനുമേലൊന്നായി കുരുക്കുകളൊക്കെ അഴിച്ച് തല ഉയർത്തി നിന്ന് CPMന്റെ അഴിമതിക്കെതിരെ പോരാടാൻ രംഗത്തിറങ്ങിയ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി മാറും വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആന്റോ ആന്റണിക്കെതിരെ നടത്തുന്ന അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കാം. പക്ഷെ അത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരുമിച്ച് ചിത്രമെടുത്തു എന്നത് കുറ്റകൃത്യമാണെങ്കിൽ ആദ്യം ജയിലിലടക്കേണ്ടത് ദേവസ്വം മന്ത്രിയെയും മുഖ്യമന്ത്രിയെയുമാണ്. എന്നാൽ NM രാജുവുമായുള്ള സാമ്പത്തിക ഇടപാട് ആന്റോ ആന്റണിയെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെയും ഉലയ്ക്കുമെന്ന് തീർച്ച.